ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെയർ ഡ്രോയിങ് ആണ്. അപ്പോൾ ഹെയർ വരയ്ക്കാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആർട്ട്ലൈൻ്റെ 8Bയും 10Bയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ ഏതാണോ അതിൽ ഏറ്റവും ഡാർക്ക്നെസ് ഉള്ള പെൻസിൽ ഏതാണോ അത് യൂസ് ചെയ്യുക. പിന്നെ മുടി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഹെയർ സ്റ്റൈൽ ഉണ്ടാവും. അപ്പോൾ അത് ഫോട്ടോയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങോട്ടാണ് മുടി ഈരി വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലേക്ക് തന്നെ ആ ഒരു സ്റ്റൈൽ കിട്ടുന്ന രീതിയിൽ മുടി ഈരി വെച്ചിരിക്കുന്ന രീതി എങ്ങനെയാണോ അതുപോലെ തന്നെ പെൻസിൽ കൊണ്ട് നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഓരോ തവണയും പെൻസിൽ ഷാർപ്പൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. കാരണം പെൻസിൽ നല്ല മുനയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു മുടിയുടെ ഭാഗങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പെൻസിൽ എപ്പോഴും ഓരോ തവണയും നിങ്ങൾ ഷാർപ്പൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഫേസ് ഷെയ്ഡിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പാർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ യൂസ് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ ഓളുന്ന ഓപ്ഷനോ എന്നെ ഇവിടെ വെച്ചേക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ വഴി നമ്മൾ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഡ്രോയിങ് സ്കില്ല് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. പിന്നെ ഡ്രോയിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ എന്നോട് ചോദിക്കാം. മെസ്സേജായിട്ട് എന്നോട് ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുവഴി വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജായിട്ട് ചോദിക്കാം. അപ്പം ചിലർക്ക് എന്നോട് മെസ്സേജായിട്ട് എന്നോട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അപ്പോൾ നമ്മൾ ജയിലർ എന്ന മൂവിയിൽ രജനീകാന്തിൻ്റെ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രോയിങ് കണ്ടിട്ട് 2-3 പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നു ഡ്രോയിങ്. അപ്പോൾ നന്നായിട്ട് തന്നെ ചെയ്തേക്കുന്നവർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എനിക്കൊരു മോട്ടിവേഷനാണ്, വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ് എനിക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പം നമ്മൾ ഇനിയും അങ്ങനെയുള്ള വീഡിയോസൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നതായിരിക്കും, ട്യൂട്ടോറിയൽസൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വരച്ചിട്ട് എനിക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പം അതൊക്കെ കണ്ടിട്ട് ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. മിക്കതും നന്നായിട്ട് തന്നെ എനിക്കൊരു വരച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ മുടി വരയ്ക്കുന്നതിൻ്റെ മുകളിൽ കൂടെ, അതായത് നമ്മൾ ഒരു ലെയർ ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ അടുത്തൊരു ലെയർ, അതായത് നമുക്ക് എവിടേക്കാണ് ഡാർക്ക്നെസ് കൂടിയ ഭാഗം ആ ഒരു ഭാഗത്ത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ പെൻസിൽ ഷാർപ്പൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ എല്ലായിടത്തും ഡാർക്ക്നെസ് കൂടി വരുന്നില്ല, ചിലയിടത്ത് നല്ല രീതിയിൽ കട്ടിക്ക് വരുന്നുണ്ട്, നല്ല കറുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഹെയർ വരയ്ക്കുമ്പം നമ്മൾ ഗ്രിഡ് ലൈൻസ് മായ്ച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതായത് നല്ല കട്ടിക്ക്, അതായത് നമ്മൾ കറുപ്പ് ഫുള്ളായിട്ട് വരുന്ന മുടിയുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ആ ഒരു ലൈൻ മായ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളത് വരയ്ക്കുമ്പോൾ ഓൾറെഡി അത് അതിനകത്ത് മൂടി പൊക്കോളും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ചെറിയ ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളോ അല്ലെങ്കിൽ നരച്ച മുടിയുള്ള വരുന്ന ഭാഗങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അവിടുത്തെ മാത്രം നിങ്ങൾ ലൈൻ മായ്ച്ചു കൊടുത്താൽ മതി. നമുക്ക് നരച്ച മുടിയാകുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുന്ന ഭാഗമാകുമ്പോൾ അവിടെ ഒരുപാട് ഡാർക്ക്നെസ് കാണത്തില്ല. അപ്പോൾ ആ ഒരു ലൈൻ അവിടെ തെളിഞ്ഞ് കാണും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ ആ ലൈൻ മായ്ച്ചു കൊടുക്കുക. ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ വരച്ച് തന്നെ പോയാൽ മതി. അപ്പോൾ ഇതിൽ കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളുണ്ട്, ആ ഒരു ഫോട്ടോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ലൈൻ മായ്ച്ചു കൊടുക്കുക, എന്നിട്ട് വരച്ച് പോയാൽ മതി.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളില്ലേ, അപ്പോൾ ആ ഒരു ഭാഗം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫുള്ളായിട്ട് നമ്മൾ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നില്ല. അവിടെ നമ്മൾ ആ ഒരു ലൈൻ, അതായത് നമ്മൾ ആ ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ഡാർക്ക് ഷെയ്ഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല സമയത്ത് തന്നെ ചെയ്യുക. നമുക്ക് നല്ല സമയം തന്നെ വേണ്ടി വരുന്നുണ്ട് ഈ ഒരു ഹെയർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ ഹെയറുണ്ട്. അതുപോലെ നമുക്ക് ഇനി താടിയൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ അടുത്ത പാർട്ടിലായിരിക്കും ചെയ്യുക. അപ്പം അത് ഈ പറഞ്ഞ നല്ല സമയത്ത് തന്നെ ചെയ്യണം. പിന്നെ നമുക്ക് കൈയുടെ കുറച്ച് ഭാഗം വരയ്ക്കാനുണ്ട്, അതുപോലെ ഡ്രസ്സ് വരയ്ക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് അടുത്തൊരു പാർട്ടിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഓരോ വീഡിയോയും ചെറിയ ചെറിയ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോക്കിയിരുന്ന് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയ പാർട്ടായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഹെയർ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹെയർ ഡ്രോയിങ് ട്യൂട്ടോറിയൽ. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ വരയ്ക്കാനുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ എങ്ങനെ ഹെയർ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ആ വീഡിയോയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓൾഡ് വീഡിയോസ് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസിയായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു പാർട്ട് കൊണ്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു പാർട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയത്, പക്ഷേ നമുക്ക് ഈ മുടിയൊക്കെ വരയ്ക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തു. അതുകൊണ്ട് തന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ അടുത്തൊരു പാർട്ട് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ ഒരു പാർട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് മെസ്സേജ് എന്നോട് ചോദിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ ഷെയറോട് ചേർന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്തൊരു പാർട്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം.